ഹായ് ഡിയേഴ്സ്, പരിസ്ഥിതി ക്വിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് വീണ്ടും വന്നിട്ടുള്ളത്. ഇതിന് മുമ്പ് നൽകിയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? വെക്കേഷനാണ്, മക്കൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക കേട്ടോ. ഇനിയും ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റവൈക്കോൽ വിപ്ലവം ആരുടെ കൃതിയാണ്? ആൻസർ മസനോവു ഫുക്കുവോക്ക. മസനോവു ഫുക്കുവോക്ക ഏത് രാജ്യക്കാരനാണ്? ജപ്പാൻ. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആര്? മസനോവു ഫുക്കുവോക്ക. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് ഏത്? സുന്ദർബൻ, പശ്ചിമ ബംഗാളിലാണ്. കടുവകളുള്ള ലോകത്തിലെ ഏക കണ്ടൽ വനം ഏത്? സുന്ദർബൻ. നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന പ്രസ്ഥാനം ആരംഭിച്ചതാര്? മേധാ പട്കർ. നർമ്മദ നദി ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ നാഷണൽ പാർക്ക് ഏത്? ജി കോർബറ്റ് നാഷണൽ പാർക്ക്. 1939 ഇത് ആരംഭിച്ചത്. ഇത് ആരംഭിക്കുമ്പോൾ ജി കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ പേരെന്തായിരുന്നു? ആൻസർ ഹെയ്ലി നാഷണൽ പാർക്ക്. ജി കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ ആദ്യ പേരെന്തായിരുന്നു? അങ്ങനെയും ചോദ്യം വരാം അല്ലേ? ജി കോർബറ്റ് നാഷണൽ പാർക്ക് ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ആദ്യം ഉത്തർപ്രദേശിലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയും ഇടുക്കിയാണ് അല്ലേ? ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത്? നെയ്യാർ. കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം ഏത്? തട്ടേക്കാട്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെ? പെരിങ്കുളം, കോഴിക്കോട്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ഏത്? കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിക്കുന്നത് എന്തിനെയാണ്? വനങ്ങൾ. റുഡ്യാർഡ് ക്ലിപ്പിങ്ങിൻ്റെ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയോദ്യാനം ഏത്? കൻഹ ദേശീയോദ്യാനം, മധ്യപ്രദേശ്. ആമസോൺ മഴക്കാടുകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിച്ച 44-ാം വയസ്സിൽ കൊല്ലപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ആൻസർ ചിക്കോ മെൻഡസ്. ആസാമിലെ കാസിരംഗ നാഷണൽ പാർക്കിൽ ഏത് മൃഗത്തെയാണ് സംരക്ഷിക്കുന്നത്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത്? 1966. പരിസ്ഥിതിക്ക് യോജിച്ച ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര ഏത്? ഇക്കോ മാർക്ക്. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനാര്? ഡോക്ടർ എസ് ഫൈസി. ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത്? ആൻസർ ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും തുടർന്നുള്ള വീഡിയോകൾ നൽകുന്നതായിരിക്കും.